ഒന്ന് ഈ സംഭവിക്കുന്നത് എന്താണ്, ഇനിയിപ്പോൾ ഇവർ കോടതിയിലേക്ക് പോകുന്നതിന് ഒറ്റ കാര്യമേ ഉള്ളൂ, മന്ത്രിയുടെ ഈഗോ. അതായത് ഇവരെ സ്ഥലം മാറ്റി ഇവർ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു ട്രൈബ്യൂണലിലൂടെ, അത് പറ്റില്ല എന്നുള്ള ഈഗോ ആണ് വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇനി ആരോഗ്യ വകുപ്പിലും ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, അതായത് മഴയൊക്കെ വരികയാണെങ്കിൽ കൂടുതൽ രോഗാവസ്ഥയും സാഹചര്യങ്ങളും വരും, അത് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റാത്ത സാഹചര്യം വരികയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് മന്ത്രി കെ മുരളീധരൻ്റെ ഈഗോ ആണ് എന്ന് പറയാൻ ഒരു മടിയും വിചാരിക്കട്ടെ, ഈഗോ ആയിരിക്കും. അതുകൊണ്ട് അതങ്ങോട്ട് മാറ്റിവെച്ചിട്ട് നല്ല സ്റ്റേറ്റ്സ്മാൻ ചെയ്യുന്നത് പോലെ ഈ കാര്യങ്ങളെ സമവായത്തിൽ പരിഹരിക്കാൻ നോക്കുന്നതാണ് സത്യത്തിൽ ഈ കോടതിയും കേസുമായിട്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ അത്രയൊന്നും രാഷ്ട്രീയ പരിചയമോ അദ്ദേഹത്തിൻ്റെ ഒട്ടും ഭരണപരിചയമോ ഇല്ലാത്ത നമുക്ക് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഈഗോ മാറ്റി വെച്ചോ, കാരണം ഈഗോ ആണ് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാകുന്നത്. ഇതിനകത്ത് എന്താണ് ഇനി നാളെ കാണാൻ പോകുന്നത്? നാളെയും റീന അവിടെ ചെന്നിരിക്കും. ഇനിയിപ്പം കൂടുതൽ സമാന്തരമായി ഇപ്പോൾ ഇന്നത്തെ ആദ്യ ദിവസത്തെ ഒരു കൺഫ്യൂഷനപ്പുറത്തും മറ്റു മീറ്റിങ്ങുകളിലൊക്കെ മറ്റു സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ അവർ തേടുമായിരിക്കും. പക്ഷേ അവർ വീണ്ടും അവിടെ പോയിരിക്കും. ഈ രംഗങ്ങൾ തന്നെയാണ് ഈ പകർച്ചവ്യാധി കാലത്ത് നമ്മളെല്ലാം കാണേണ്ടി വരിക, അതുതന്നെയാണ് ചർച്ച ചെയ്യേണ്ടി വരിക. അത്തരമൊരു സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. ഇത് വേറൊരു കാര്യവും കൂടിയുണ്ട് സനീഷ. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. അതിപ്പോൾ അവർ DHSൻ്റെ സ്ഥാനത്ത് അവരിരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. ഈ ഘട്ടത്തിൽ നിയമപോരാട്ടമൊക്കെ അവിടെ നടത്തിക്കോട്ടെ, പക്ഷേ അവർ ആ സ്ഥാനത്ത് അവരെ പുനരവരോധിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ആ സ്ഥാനം കൈകാര്യം ചെയ്യട്ടെ എന്നുള്ളതല്ലേ സർക്കാർ ആലോചിക്കേണ്ടത്. അതിന് പകരം ഇങ്ങനെ ഒരു സീൻ സൃഷ്ടിക്കുകയാണോ വേണ്ടത്? സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ മീനാക്ഷിക്ക് അവിടെ നിന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവർക്കായിരിക്കും അടുത്ത ട്രാൻസ്ഫർ ഉണ്ടാകാൻ പോകുന്നത്. അവരുടെ അവസ്ഥ ഒരാളെയല്ലെന്നേ, രണ്ടാളെ പ്രയാസപ്പെടുത്തി പരിഹാസ്യമാക്കിയില്ലേ. ഇപ്പോൾ ഡോക്ടർ മീനാക്ഷി, ഞാൻ പറയുന്നത് ഡോക്ടർ മീനാക്ഷിയാണ് ഇവർ DHS ആയിട്ട് ഇവരുടെ സർക്കാരിൻ്റെ കാലത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ബഹുമാന്യതയും ആ തരത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാവകാശവും കിട്ടേണ്ടുന്ന ഡോക്ടർ മീനാക്ഷിയെ ഇങ്ങനെ ഒരു ക്രൈസിസ് എന്ന് പെടുത്തിയിരിക്കുകയാണ്. ഡോക്ടർ റീന മാത്രമല്ല, റീനയോട് കഴിഞ്ഞ സർക്കാരിനോട് അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കൂടെ എന്തോ രാഷ്ട്രീയമായിട്ടുള്ള വിദ്വേഷമുണ്ട് എന്ന് കരുതുക. ഡോക്ടർ മീനാക്ഷി ഇവരുടെ ആളാണല്ലോ സ്വാഭാവികമായിട്ടും, അങ്ങനെയാണല്ലോ ഇവർ കണക്കാക്കുണ്ടാവുക. അവരെ കൂടെ പ്രയാസപ്പെടുത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. അത് നമ്മൾ നിസ്സാരമായി കണ്ടുപോകാൻ കഴിയാത്ത ഒരു കാര്യം. ഈ ശബരിമലയിലെ കാര്യങ്ങൾ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള മട്ടിലാണ് ഇവരിടപെട്ടത് എന്നൊക്കെയുള്ളത് മനഃപൂർവ്വം ആരോപിച്ചതാണ്. അതായത് വൈകാരികമായി തന്നെ ശബരിമലയുടെ സെന്റിമെന്റ്സിനെ കൂടി ചൂഷണം ചെയ്ത് അങ്ങ് കൈകാര്യം ചെയ്ത് കളയാം എന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് പറഞ്ഞത്. അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണം ഉന്നയിച്ചു. രണ്ടാമത് അദ്ദേഹം ആവർത്തിക്കുന്നില്ല ആ ആരോപണം. അത് ഇനി ആവർത്തിച്ചാൽ കുഴപ്പമാകുമെന്ന് അറിയാം. അതുകൊണ്ട് അത് ആവർത്തിക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഉത്തരവാദിത്വരാഹിത്യം അത് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സർക്കാരിൽ നിന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആദ്യഘട്ടത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹം മന്ത്രിയായപ്പോൾ നമ്മൾ പറഞ്ഞാണ് KPCCക്ക് ഒരു ആസ്ഥാനം കൊള്ളാവുന്നത് ഉണ്ടാക്കി കൊടുത്ത ആളാണ്. അഡ്മിനിസ്ട്രേഷൻ ആ നിലയ്ക്ക് പാർട്ടിക്കുള്ളിൽ അറിയാവുന്ന ആളാണ് അദ്ദേഹം. വീക്ഷണം രണ്ടാമത് തുടങ്ങി വെച്ച ആളാണ്. ഒരു ചാനൽ തുടങ്ങിയ ആളാണ്. പാർട്ടി പരിമിത 4 വർഷത്തെ KPCC പ്രസിഡന്റ് സ്ഥാനം വഹിച്ചുകൊണ്ട് ഈ സംഘടനയെ തരക്കേടില്ലാതെ, അതായത് ഒരു ഭാഗത്ത് കെ കരുണാകരനും 10-35 MLA-മാരുടെ പുകിലുണ്ടാക്കുമ്പോൾ ഇപ്പുറത്ത് AK ആന്റണിയും ഉമ്മൻചാണ്ടിയും മാറി മാറി ഭരിക്കുന്ന കാലത്ത് ഇതിനിടയിൽ നിന്ന് ഈ സംഘടനയെ മൊത്തത്തിൽ വളർത്താൻ വേണ്ടിയിട്ട് ഇടപെട്ട ആളാണ്. കോൺഗ്രസിനെ ആ നിലയ്ക്ക് മുമ്പോട്ട് നയിച്ച ആളൊക്കെയാണ്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് ഇവിടെ കാണിക്കാൻ കഴിയുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനെടുത്താൽ പിന്നെ മുൾക്കിരീടമാകുമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു മുൾക്കിരീടം ഇതുവരെ എടുത്തിട്ടില്ല. ഇത് സ്വയം മുൾക്കിരീടമാക്കാൻ കൊള്ളാം. ഇതിപ്പോ അദ്ദേഹത്തിന് കിട്ടിയ കിരീടത്തിന്റെ മുകളിൽ മുള്ളാണി അടിച്ചു കയറ്റാണ് അദ്ദേഹം.